എന്താ ഇത്? എത്രമാത്രം കഷ്ടപ്പെട്ട് എഴുതിയതാ, ഒക്കെ പോയില്ലേ? എന്താ ഇപ്പൊ പറ്റിയത്? ഈ പണി എനിക്ക് മടുത്തു. ജീവിക്കുന്നവനുണ്ടാകുന്ന അനുഭവങ്ങൾ ഉപ്പിലിടുന്ന പണിയത്. ആരാന്റെ ജീവിതത്തെ ചേല ഉടുപ്പിച്ച് അണിയിച്ചൊരുക്കി വായനക്കാരനും കാഴ്ചക്കാരനും അനുഭവിക്കാൻ കൊടുക്കുക. അതാണ് ഈ എഴുത്തുകാരൻ ചെയ്യുന്നത്. ഇത്രമാത്രം സാഹിത്യം പറയാൻ ഇപ്പൊ എന്താ സംഭവിച്ചേ? പ്രാവനോട് ഞാൻ ചോദിച്ചു അവന്റെ പൂർവ്വകഥ. അവൻ കരഞ്ഞോണ്ട് പറയുക അവനെ വെറുതെ വിടണമെന്ന്. അവന്റെ ആ മുഖം കണ്ടപ്പോ എത്രമാത്രം സ്വാർത്ഥനാണ് ഞാനെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായത്. ഒരു കഥ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യില്ല ഞാൻ. ഹലോ, പ്രൊഡ്യൂസർ സാറാണോ? ഞാനില്ല എന്ന് പറ. കഥയായോന്ന് അറിയില്ല, എഴുത്തൊക്കെ നടക്കുന്നുണ്ട്. നാളെ വിളിക്കാം. ഇല്ല, ഹരിയേട്ടൻ ഉച്ചയ്ക്ക് പോയതാ, വരാൻ വൈകുമെന്ന് പറഞ്ഞു. ശരി, നാളെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഇനി വാ കിടക്കാം. നാളത്തെ ഉദ്ഘാടനത്തിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഉദ്ഘാടനോ? ആരുടെ ഉദ്ഘാടനം? ഇത് നല്ല കഥ. ദേ, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം. ഏറ്റ വരാതിരിക്കുന്ന പാർട്ടിയെ സിനിമാക്കാരെന്ന് എല്ലാവർക്കും അറിയാം. ഇതെന്റെ സ്കൂളിലെ ഫംഗ്ഷനാ, യുവജനോത്സവം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, സ്നേഹമുള്ള കുട്ടികളെ, നാട്ടുകാരെ, ഈ വർഷത്തെ നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ഈ സർഗോത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ സ്കൂൾ യുവജനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മലയാള സിനിമയിലെ പ്രശസ്ത തിരക്കഥാകൃത്ത് ശ്രീ ഹരികൃഷ്ണനാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്കൂളിൽ നീ ശരിക്കും ഷൈൻ ചെയ്തിട്ടുണ്ടാവും. പ്രശസ്തനായ തിരക്കഥാകൃത്തിന്റെ ഭാര്യയല്ലേ? ഓ, വലിയ തിരക്കഥാകൃത്ത്. എന്താടി, എന്തായാലും സംഗതി ഏറ്റോ? ആ, ഒരുവിധം ഒപ്പിച്ചു. ഒപ്പിക്കലൊന്നുമല്ല, അസലായി. നിനക്കെന്താടി അത് സമ്മതിക്കാൻ ഒരു മടി? എനിക്കൊരു മടിയുമില്ല. എടീ, ഒരാളുടെ പ്രശസ്തി ഏറ്റവും അവസാനം എത്തുന്ന എവിടെയാണെന്നറിയാവോ? എവിടെയാ? അയാളുടെ വീട്ടിലാ. എന്നാര് പറഞ്ഞു? പറഞ്ഞതാരാ? ഓ, എന്തായാലും അത് ഞാൻ പറഞ്ഞതല്ല. ഓ, സമ്മതിച്ചു. അത് പോട്ടെ. എടീ, ഇന്ന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിയില്ലേ? സദസ്സിൽ നിന്റെ അടുത്തിരുന്ന പച്ചസാരി അതാരാ? എന്താ? അല്ല, പ്രാർത്ഥന അസലായി. കാണാനും അസലല്ലേ? അതെ അതെ, നല്ല ഭംഗിയുള്ള കുട്ടി. അയ്യടാ കുട്ടി. അതെ, ഞങ്ങളുടെ സ്കൂളിലെ മ്യൂസിക് ടീച്ചറാ അഭിരാമി. ഓ, അല്ല, എന്താ ഇപ്പൊ അവളെ കുറിച്ച് ചോദിക്കാൻ? അവളെ സംബന്ധിക്കുന്ന ആർക്കും അറിയാത്തൊരു രഹസ്യം ഞാനിതാ പുറത്തു വിടാൻ പോവാ. എന്ത് രഹസ്യം? എടീ, ആ മ്യൂസിക് ടീച്ചറാണ് നമ്മുടെ പ്രാവിന്റെ കഥയിലെ നായിക. വെറുതെ വേണ്ടതിന് പറയരുത് കേട്ടോ. നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. അല്ലേ, ഇത്രയും സുന്ദരിയായ അവൾ എവിടെ കിടക്കുന്നു, തണ്ടി നടക്കുന്ന നമ്മുടെ പ്രാവ് എവിടെ കിടക്കുന്നു? ജീവിതത്തിൽ ഒരിക്കലും അവര് തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു സാധ്യതയും ഇല്ല. പിന്നെ അവരൊക്കെ വലിയ ഫാമിലിയാ. അവളുടെ ഭർത്താവ് ആരാന്നറിയോ? ബാങ്ക് മാനേജരാ. ആണോ? ആ. അപ്പൊ എനിക്ക് ആള് തെറ്റിയതാവും. അതെ, ഞാൻ പറഞ്ഞില്ലേ ഇന്നാളെ പ്രാവിന്റെ പിന്നാലെ കറങ്ങിയത്. അന്ന് ഒരു നോട്ടം കണ്ടതല്ലേ. അതും ആ പ്രാവിനെ പേടിച്ച് പതുങ്ങി പതുങ്ങി. പോട്ടെ, അവന്റെ കഥ പോയി തൊലയട്ടെ. നീ ആ ലൈറ്റ് അണച്ച് കിടക്ക്. എന്താടി? ഒരുപക്ഷേ അത് അവള് തന്നെ ആണെങ്കിലോ? നീയല്ലേ പറഞ്ഞത് അത് അവളായിരിക്കില്ല എന്ന്. പാവം, ആ പ്രാവിന്റെ കഥയ്ക്ക് വേണ്ടി ഒരുപാട് മഞ്ഞുണ്ടല്ലേ. ഈ ഉദ്ഘാടനം പോലും ഒരു നിമിത്തമാണെങ്കിലോ നമ്മുടെ പ്രാവിന്റെ കഥയുടെ? മിടുക്കി, നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിലൊരു മനോഹരമായ പ്രണയകഥയ്ക്ക് സ്കോപ്പുണ്ട്. അത് കണ്ടെത്താൻ ഞാനൊരു സുന്ദരി പെണ്ണിനെ ഏർപ്പാടാക്കാൻ പോവാ. ആരെ? എന്റെ മെയ്ഡ് ഫോർ ഈച്ച് അതറിനെ, നിന്നെ. അയ്യടാ, വലിയ സോപ്പിടലൊന്നും വേണ്ട. ആ, ഒരു എഴുത്തുകാരന്റെ ഭാര്യയായി പോയില്ലേ. ഞാനത് ശ്രമിച്ചു നോക്കാം. ഞാൻ ഇറങ്ങട്ടെ. അഭിരാമി ഇറങ്ങുന്നില്ലേ? ഹസ്ബൻഡ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരുന്ന് ലീവാ. എന്നാ ഞാൻ പോട്ടെ. ഓ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. എത്ര പറഞ്ഞാലും തലേ കയറാത്തൊരു വർഗം. പരീക്ഷയാണെങ്കിൽ ഞാൻ അടുത്തെത്തി, പോഷനോട്ട് തീർന്നിട്ടുമില്ല. എപ്പോഴും അവധി സമരമൊക്കെ തന്നെ അല്ലേ? നമുക്കെന്തോ അങ്ങനെയുള്ള ടെൻഷനേ ഇല്ല. ഈ മ്യൂസിക് ടീച്ചർമാരുടെ ഒരു ഭാഗ്യേ. പാട്ട് പഠിച്ചില്ലെന്ന് വെച്ചാലും പരീക്ഷയ്ക്ക് തോക്കൊന്നുമില്ലല്ലോ.
എന്നാലും പോത്തിനോട് വേദോതുന്ന പോലുള്ള ഒരു അഭ്യാസമല്ലേ സംഗീതം പഠിപ്പിക്കല്? എന്താ? ഹേയ് ഒന്നുമില്ല, വെറുതെ. അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും പറയുന്നേ. ഞാനൊരു മുഖലക്ഷണം പറഞ്ഞ അഭിരാമിക്ക് ഇഷ്ടാവോ? മുഖലക്ഷണോ? ആ, മുഖലക്ഷണം. ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കൈനോട്ടവും മുഖലക്ഷണമൊക്കെ അറിയാവുന്ന ആളാ ഞാൻ. അയ്യോ, അപ്പൊ ടീച്ചറുടെ അടുത്തൊക്കെ വരുമ്പോ പേടിക്കണോ അല്ലേ? അഭിരാമിക്ക് കൈനോട്ടത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല, പക്ഷേ ഹസ്ബൻഡിന് വലിയ വിശ്വാസം. ഈ കൈനോട്ടമൊക്കെ ഞാൻ എവിടുന്നാ പഠിച്ചെന്നറിയോ? എവിടുന്നാ? ഹരിയേട്ടൻ പഠിപ്പിച്ചെന്നതാ. ആഹാ, അപ്പൊ മൂപ്പർക്ക് സാഹിത്യം കൂടാതെ ഇതും അറിയോ? ആ, സാഹിത്യമൊക്കെ വറ്റുമ്പോ ജീവിക്കാൻ ഒരു തൊഴിൽ വേണമല്ലോ എന്ന് കരുതി മൂപ്പർ ഒരിടത്തുനിന്ന് പഠിച്ചതാ. സ്കൂളിൽ നിന്നൊക്കെ റിട്ടയർ ആവുമ്പോ ഞങ്ങൾ രണ്ടാളും കൂടി കുറവനും കുറത്തിയായിട്ട് ഈ ഊർ ചുറ്റി ഫലം പറയും. കേൾക്കാൻ നല്ല രസമുണ്ട്. ആ കൈയൊന്ന് നീട്ടിയേ. അയ്യോ വേണ്ട. ഛേ, നീട്ടിടോ, ഇതൊക്കെ രസമല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് പരീക്ഷിച്ചു നോക്ക്. വായില് വെള്ളിക്കരണ്ടിയുമായാണല്ലോ ജനനം. നല്ല സ്നേഹമുള്ള ആളാ ഹസ്ബൻഡ്. പിന്നെ പിന്നെ എന്താ? അല്ല, പറയുന്നതില് വിഷമം തോന്നരുത്. ഇല്ല ടീച്ചർ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സാഫല്യം അടയാതെ പോയ ശക്തമായൊരു പ്രണയത്തിന്റെ അടയാളങ്ങൾ ഈ രേഖകളിൽ ഞാൻ കാണുന്നു. എന്താ അഭിരാമി? ഞാനൊരു ഫലം പറഞ്ഞല്ലേ? ഒന്ന് രണ്ടിടത്ത് കറങ്ങി, അല്പം ലേറ്റായി. നീ കാത്തിരുന്ന് മുഷിഞ്ഞോ? ടീച്ചർ കൂടി പോരുന്നോ? ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. എനിക്കിവിടെ അടുത്തല്ലേ. നിങ്ങൾക്ക് 19 കിലോമീറ്റർ പോകണ്ടല്ലേ? അവളുടെ ആ ഭാവമാറ്റം, ആ കണ്ണുകളിലെ നിറവ്, രോഷവും ദുഃഖവും കലർന്നുള്ള നോട്ടം ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച പ്രണയത്തിന്റെ അടയാളങ്ങൾ തന്നെയാ. എന്നാലും ഒരുപക്ഷെ ഞാൻ അവളോട് പറഞ്ഞൊന്നും സത്യമല്ലെങ്കിൽ സ്കൂളിലെ മറ്റു ടീച്ചേഴ്സിന്റെ ഇടയിൽ ഞാനൊരു നുണച്ചയായി മാറില്ലേ? അതിനെന്താ? എന്നാലും നിനക്ക് ഞാനൊരു ഉഗ്രൻ പ്ലഷർ ട്രിപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ. ഉറപ്പാണല്ലോ. പിന്നെ തിരക്കാണെന്ന് പറഞ്ഞ് മാറിക്കളയരുത്. ഏയ്, ഉറപ്പെന്ന് പറഞ്ഞാൽ നല്ല കുറുപ്പിന്റെ ഉറപ്പാ. കളിയാക്കണ്ട. അഭിരാമി, ക്ഷമിക്കണം. കൈരേഖ നോക്കി ഞാനെന്തോ പറഞ്ഞൂന്ന് വെച്ച് തനിക്കെന്നോട് പിണക്ക? ഞാൻ മതി, ഒരു വാക്കെങ്കിലും മിണ്ടിയല്ലോ, സമാധാനായി. ഇനി ഞാനൊരു സത്യം പറയാം. എനിക്ക് കൈനോട്ടം അറിയില്ല, മുഖലക്ഷണം അറിയില്ല, ഒക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. അഭിരാമി ആരെയും പ്രണയിച്ചിട്ടില്ല, ആരും അഭിരാമിയെ. അതുകൊണ്ട് തന്നെ സാഫല്യം അടയാത്ത ഒരു പ്രണയത്തിന്റെ അടയാളങ്ങളും ഇല്ല. ഞാനൊരു കൈനോട്ടക്കാരിയും അല്ല. എന്താ, തീർന്നില്ല പ്രശ്നം? അപ്പോ നാളെ കാണാം. ടീച്ചർ, ഉണ്ടായിരുന്നു എന്റെ ജീവനേക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ. തകർന്നു പോയൊരു പ്രണയത്തിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ടീച്ചർ എനിക്ക് പറയാൻ. ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ രാജസേന. സാറിന് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ടിവിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. എപ്പോഴും ടി വി തന്നെയല്ലേ താമസം? അഭിമുഖവും പാട്ടും എന്ന് വേണ്ട സകലതും. അസൂയ നന്നല്ല. സാർ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? സത്യം പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടി, പക്ഷെ കുഴപ്പമില്ല. വലിയ തറവാട്ടിലൊക്കെയാണല്ലോ താമസം. എന്തായാലും എഴുത്തിലൊക്കെ ഒരു തറവാടത്തം കിട്ടും. അങ്ങനെയെങ്കിലും അത് കിട്ടട്ടെ. വന്ന് കയറുന്നതിന് മുമ്പേ വാരി തുടങ്ങി അല്ലേ? സാർ വന്നോളൂ. ഓക്കെ. ഫോണിലൂടെ കേട്ടപ്പോ തന്നെ സ്ട്രൈക്കിംഗ് ആയിരുന്നു.
അപ്പോ വിശദമായി കേൾക്കണമെന്ന് തോന്നി. നല്ല വെറൈറ്റി ഉള്ള ആ സംഭവം. ഓപ്പണിംഗ് കിട്ടിയോ? കിട്ടി. ഞാൻ കഥയിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പൊ കേൾക്കാവുന്ന രൂപത്തിലായി. ആ ഏതാണ്ട്. ആ എന്നാ പറ. നമ്മള് കഥ ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ശില്പങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിന് പേര് കേട്ട മഞ്ചാടി എന്ന ഗ്രാമം. വരിക വരിക, എല്ലാവരും ഉത്സവത്തിന്റെ തലേ ദിവസം തന്നെ എത്തിയല്ലോ. ഇനിയിപ്പോ ചെണ്ടക്കാര് മാത്രമേ എത്താനോ? அந்த കാര്യത്തിൽ நீங்க കവലപ്പെട വേണ്ട. രാമൻകുട്ടിമാരെ അടുത്ത ബസ്സിലിങ് എത്തും. വരിക, നമുക്കൊരു ചായ കുടിക്കാം. അപ്പോ ഉത്സവം ഈ കൊല്ലം കേമാവും നനക്കറ. അതിലെന്താ ഇത്ര സംശയം? മല്ലരുടെ നാട്ടിൽ ഏത് ഉത്സവാ കേമാവാത്തെ? കഴിഞ്ഞ വർഷം മധുരൈ രാമസ്വാമി സംഗീതം കൊണ്ട് പെരുമഴ വീഴ്ചില്ല ഇവിടെ. വെളിച്ചപ്പാടിന് അയ്യോ വേണ്ട, വ്രതമല്ലേ. ഓ, ഞാൻ ആ കാര്യം മറന്നു. குமாரா, சாய கொஞ்சம் நல்லா போடுங்க. அடுத்த ஊரில் நிறைய பேர் வருவாங்க. குறைச்சல உனக்கல்ல, மல்லர்க்கா. തെറിയോയ്യാ, എല്ലാം ഈ കൊല്ലം ശരിയാ പറഞ്ഞ. അപ്പൊ നിങ്ങൾ ഇവരെയും കൊണ്ട് പോക്കോ. ഞാനെന്നാ കാവിലേക്ക്. ശരി, കാവിൽ കാണാം. ഈ വയസ്സുകാലത്ത് താടി പഠിച്ചിട്ട് മുത്തപ്പൻ എങ്ങോട്ടാ യാത്ര? എടാ മടയാ, എനക്ക് വയസ്സായിടുച്ചിന് എവണ്ടാ പറഞ്ഞ. അപ്പൊ ഈ നര അത് അകാല നര. അപ്പൊ ഇതോ അത് അകാല കഷണ്ടി. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം മുത്തപ്പൻ കാഞ്ഞു പോലെ എന്താ പറയാ? ഡേ ഓൻ കരുനാക്കാലം ഒന്നും ചൊല്ലാതരാ. അപ്പടി ചെത്താ അത് അകാല മരണം. കാലം കേൾക്കണ്ട, അസൂയ കൊണ്ട് ചാവും. ആ ഇനി എണീറ്റോ, ധൈര്യമായിട്ട് പെണ്ണ് കാണാൻ പോവാം. ആ 60ലും ആസൈ വരും, ആസൈ വന്നാൽ മോഹം വരും. സന്ധ്യക്ക് സന്തമുള്ള പെണ്ണുങ്ങൾ വരും. അവരുടെ മുന്നാടി സ്റ്റൈലാ നടക്കണം. കാശ് കാശ് തരാണ്ടാ ഇപ്പൊ ഇല്ല. നിനക്ക് കല്യാണമായി കുട്ടികൾ ഉണ്ടാകുന്നതൊക്കെ അപ്പുറം അവരിട്ട കൊടുക്കും. അയ്യോ എന്റെ കാശ്. മുരുക, എന്താ അമ്മാവ? അരമണിയും പള്ളിവാളും ചിലമ്പും ഒക്കെ സന്ധ്യക്ക് മുമ്പ് എടുത്തു വെച്ചേക്കണം. ഞാനൊന്ന് കാവിലേക്ക് പോയിട്ട് വരാം. ശരി. ഉത്സവം അടുത്തപ്പോ വെളിച്ചപ്പാടിന് നിന്നേരിയ നേരെയല്ലാണ്ടായല്ലേ? ആ, ഉത്സവത്തിന് 100 കൂട്ടം കാര്യങ്ങളല്ലേ, ഒക്കെ ശ്രദ്ധിക്കാതെ പറ്റില്ലല്ലോ. ഞാനങ്ങോട്ട്. മുരുക, ഒന്ന് വേഗം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാനിപ്പോ വരാം, ഒരു അത്യാവശ്യമുണ്ട്. മനസ്സിലായി മനസ്സിലായി. മനുഷ്യന് അത്യാവശ്യം എന്ന് പറയുമ്പോ കളിയാക്കുക. ഒന്നും കളിക്കണ്ട മോനെ, അവള് ചന്തയെന്ന് പറയേണ്ട സമയായി. തമാശ കുറച്ച് കൂടുന്നുണ്ട്. ദേ ഒക്കെ പൊട്ടിപ്പോയി. ഇതിന്റെ കാശ് തരാതെ ഇന്നും വിടില്ല ഞാൻ. ഇളിച്ചിക്കാതൊന്ന് പിടിച്ചേ. ഞാൻ കുറേശ്ശെ തന്നോളാ ചെമ്പരത്തി. കുറേശ്ശെ ഒന്നും പോരാ, എനിക്ക് ഒരുമിച്ച് കിട്ടണം. കാശ് ഒരുമിച്ചിരുന്നാൽ ഒരു വിരോധമില്ല, പക്ഷെ നീ ഒന്ന് സഹായിക്കേണ്ടി വരുന്നു മാത്രം. അതെങ്ങനെ? ഊരിന്നൊരു 19 പേരെ ജാഥയായിട്ട് അങ്ങോട്ട് അയച്ചാ മതി. മുടി വെട്ടിക്കാൻ സമ്മതമാണെങ്കിൽ മുഴുവൻ കാശും അപ്പ തരാം. പരിഹസിക്കുക? അല്ലെങ്കില് ഇതൊക്കെ ചേർത്ത് വേണോ? അതും പറഞ്ഞ് അങ്ങനെ വന്നാ മതി. ഏട്ടനെ അറിയാലോ, ഒന്ന് പിടിച്ചേ. ഓ, നിന്റെ ഏട്ടനാരാടി? മജിസ്ട്രേറ്റോ? അതെ, മജിസ്ട്രേട്ടാ. ആഹാ, അപ്പോഴേ മജിസ്ട്രേറ്റിന്റെ പെങ്ങളെ ഓ അടിയനെ തൂക്കിക്കൊല്ലാൻ വിധിക്കരുതേ. തെണ്ടി നടക്കാതെ കടയിലേക്ക് ചെല്ലും മാഷേ, അല്ലെങ്കിലേ ആൾക്കാരെ അവരുടെ പാട് നോക്കി പോവും. ഒരല്പം കാത്തിരിക്കട്ടടി, ഇവിടെ മറ്റു ബാർബർ ഷോപ്പുകളില്ലല്ലോ. ഇങ്ങനെ വായി നോക്കി നടന്നാലേ ആണുങ്ങൾ വേറെ കട തുടങ്ങും. മണിയൻ, ആ ശ്രീകൃഷ്ണ പ്രതിമയുടെ പണി തീർന്നോ? തീർന്നല്ലോ. സൂക്ഷിച്ചു കൊണ്ടോണം. ഇനി നിങ്ങളായിട്ട് ഇതിന്റെ പണി തീർക്കാതിരുന്നാ മതി. എന്റെ കൃഷ്ണ, ഇനി നിനക്ക് മായാവിലാസങ്ങൾ കാണിച്ചു നടക്കാം. കാമുകിമാരുടെ ഹൃദയവും മുടുവസ്ത്രങ്ങളും ഒക്കെ കവരാം. നിന്നെ ഒന്ന് ഈ രൂപത്തിലാക്കിയെടുക്കാൻ ഞാൻ എത്ര നാള് തപസിരുന്നറിയോ? പിന്നെ മല്ലര് നിന്നെ കാണണോന്ന് പറഞ്ഞു. ആ, ഞാനങ്ങ് എത്തിക്കോളാം. എന്തൊരു വെയില്. ചെമ്പരത്തിന്റെ അമ്മ അവള് ചന്ത പോയിരിക്കുവല്ലേടാ. എത്ര ഊതിയാലും കത്താത്തൊരു വരല്.
ഊതുമ്പോ പുകയല്ലാതെ തീയുടെ പൊടി പോലുമില്ല. എത്ര നേരം അടപ്പേ കിടന്നാലും വേഗാത്തൊരു അരി. അമ്മന്റെ അരിയുടെ പരസ്യം പറയാ. വിറകിന് അരിനും കുറ്റം പറയാതെ അമ്മ കഞ്ഞിങ്ങി തന്നേൻ. വയറ്റിന്ന് രാമായണം പാടാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. വിശന്നാ കണ്ണ് കാണില്ല. അച്ഛനെ പോലെ തന്നെ നീ. വെറുതെ ഇരിക്കല്ലല്ലോ അമ്മേ, പണിയെടുക്കല്ലേ, അപ്പൊ വിശപ്പ് കാണും. ദേ ഇത് കഞ്ഞിയിൽ പൊട്ടിച്ചിട്ട് ഒരു പ്രത്യേക രസാ. മീനും കൂടി ആയി പിന്നെ ഒന്നും വേണ്ട.